ക്രിസ്തുവിൽ നിങ്ങൾക്കെല്ലാവർക്കും, ക്രിസ്തുവിൽ പ്രിയരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തനുവദിക്കുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ ഒരു ദൈവ പദ്ധതിയുണ്ട്, വലിയൊരു ദൈവ പദ്ധതി. ഞാനിതൊക്കെ പണ്ട് വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുന്നേ പല പാസ്റ്റർമാരും വാ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു വാക്ക് പറയുന്നത് കേട്ട് മടുത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും പറയും ഭാരപ്പെടണ്ട, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇത് കേട്ട് നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ശരിക്കും അത് സത്യമാണ്. ദൈവത്തിനാണ് ഒരു മനുഷ്യനെക്കുറിച്ച് പദ്ധതിയുള്ളത്. നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഭയങ്കര കണക്കുകൂട്ടലുള്ള വ്യക്തിയായിരിക്കും. നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര കണക്കുകൂട്ടലുണ്ടായിരുന്നിരിക്കും. നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തെത്തണം, ഏത് കോഴ്സ് എടുക്കണം, നമ്മൾ എന്തൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഭയങ്കര ജ്ഞാനവും ഭയങ്കര ഐഡിയയും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് ആ പദ്ധതികളിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടോ? പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ ആ പ്ലാനിങ് പോലെയൊക്കെ നടന്നിട്ടില്ല. അപ്പോൾ ഈ വാക്ക് വിശ്വാസയോഗ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് മനുഷ്യനെക്കുറിച്ച് പദ്ധതിയുള്ളത്. ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ ദൈവത്തിനെ മനുഷ്യനെക്കുറിച്ച് നടപ്പുള്ളൊരു പദ്ധതി വിഭാവനം ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യനൊരു പദ്ധതി തയ്യാറാക്കി അതിനവനെ വിട്ടുകൊടുക്കുമ്പോൾ സാത്താന് തടയാൻ പറ്റും, അവൻ്റെ ലൈഫിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അവൻ അങ്ങനൊരു പ്ലാനിങ് തയ്യാറാക്കിയത് കൊണ്ട് അവനെ തന്നെ വെറുപ്പിക്കാൻ സാത്താന് സാധിക്കും. എന്നാൽ ദൈവമാണ് ഒരു മനുഷ്യനെ കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് നമ്മൾ ആ പദ്ധതിക്ക് നമ്മളെ സറണ്ടർ ചെയ്ത് കൊടുത്താൽ, സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാത്താൻ തടയും, പക്ഷെ ജയിക്കത്തില്ല. ദൈവം അവനെ ഏത് വഴിയിലൂടെയെങ്കിലും പൊക്കി ദൈവിക പദ്ധതിയിലേക്ക്, പർപ്പസിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 7-ാമത്തെ അധ്യായം നമുക്ക് ഏത് മുതലാണ് വായിക്കേണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, 17 മുതൽ താഴേക്ക് വായിക്കാം. 7-ാമത്തെ അധ്യായം 17 മുതൽ താഴേക്ക് വായിക്കാം. ശരിക്കും ആ ഒരു അധ്യായം മുഴുവൻ വായിക്കുന്നതാണ് കുറച്ചുകൂടെ വൃത്തി. എന്നാൽ നമ്മുടെ സമയക്കുറവുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഏതിലോട്ടും കയറുന്നില്ല. നമുക്ക് ആ ഒരു കണ്ടന്റ് മാത്രം എടുത്ത് നമുക്ക് ഇന്നൊന്ന് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 17 മുതൽ. എന്നാൽ ഓരോരുത്തനെ കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടുവോ, അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ, പരിച്ഛേദന ഏൽക്കരുത്. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല. ദൈവകൽപ്പന പ്രമാണിക്കുന്നതത്രേ കാര്യം. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഈ വാക്യമൊക്കെ ഒന്ന് അടിവരയിട്ട് തന്നെ വായിക്കണം കേട്ടോ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം കേട്ടോ. ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഞാനതൊന്നുകൂടെ പറയട്ടെ. മനുഷ്യർക്ക് ദാസന്മാരാകരുത്. സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. തർക്കത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായിരുന്നു കൊരിന്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അനുസരണക്കേടിൻ്റെയും പാപത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒരു പട്ടണം. അതിൻ്റെ മധ്യത്തിലാണ്
ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും പരിശുദ്ധാത്മാവ് എത്തിച്ചത്. ശേഷം ആ പട്ടണത്തെ കർത്താവ് മാനിച്ചു. അവിടുത്തെ ജനത്തെ കർത്താവ് കൈകളിലെടുത്തു. ദൈവം അവരുടെ മേൽ കൃപ ചൊരിഞ്ഞു, കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചു, പ്രയോജനപ്പെടുത്തി. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യം മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. രണ്ട് കാര്യം. ആ ഒരു കാര്യം ഇതാണ്: ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. 2, ഞാൻ മനുഷ്യൻ്റെ ദാസനല്ല. 1, ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. 2, ഞാൻ മനുഷ്യൻ്റെ ദാസനല്ല. മനുഷ്യൻ്റെ ദാസനല്ല എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനുഷ്യരെ ബഹുമാനമില്ലെന്നല്ല, മനുഷ്യനെ ഞാൻ അനുസരിക്കത്തില്ലെന്നല്ല, മനുഷ്യനെ കീഴ്പ്പെടുത്തില്ലെന്നുമല്ല. പിന്നെയോ ദൈവത്തെ ഭയപ്പെടുന്നതിലും ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നതുമാകുന്ന നിലയിൽ ഞാൻ ഒരു മനുഷ്യൻ്റെയും ദാസനായിരിക്കുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കണമെങ്കിൽ എൻ്റെ വിളിയുടെ പ്രാധാന്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കണം. ഈ സന്ദേശം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ലൈവായിട്ടോ അല്ലാതെയോ, നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, നിങ്ങളൊരു പിതാവായിരിക്കാം, മകനായിരിക്കാം, നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം, നിങ്ങളൊരു പൊളിറ്റീഷ്യനായിരിക്കാം, നിങ്ങളൊരു ലോയറായിരിക്കാം, നിങ്ങളൊരു ഫാമറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, നേഴ്സായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക: യു ഹാവ് എ കോളിംഗ്. നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. നമ്മൾ ഉറപ്പിക്കുന്നത് എനിക്കെന്തെങ്കിലും ദൈവാലോചന എന്നെക്കുറിച്ചുണ്ടോ? ഇതാ നമ്മളെല്ലാവരും തിരയുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞാൽ ആദ്യം തിരയുന്നത് അതായിരിക്കും: എന്തെങ്കിലും ദൈവാലോചന ഉണ്ടോ? ദൈവാലോചന ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ അടിവരയിട്ട് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ തിരയുന്നതും അന്വേഷിക്കുന്നതും ആരായുന്നതും എന്തുകൊണ്ടോ എനിക്ക് ദൈവാലോചന ഉണ്ടോ, എന്നെക്കുറിച്ചൊരു ദൈവിക പദ്ധതി ഉണ്ടോ, എന്നെക്കുറിച്ചൊരു ദൈവാലോചന ഉണ്ടോ. പക്ഷെ ദൈവാലോചന ഉള്ളവരോട് ദൈവാലോചനയായി പൗലോസ്ലീഹ പറയുന്നു. ഒന്നും കൂടെ, ദൈവാലോചന ഉള്ളവരോട് ദൈവാലോചനയായി പൗലോസ്ലീഹ പറയുന്നു: ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ. വിളിക്കപ്പെട്ട, ഇത് പൗലോസിന്റെ വിളിയെക്കുറിച്ചല്ല പറയുന്നത്, പൗലോസ് വിളിച്ച വിളിയല്ല പറയുന്നത്. ദൈവത്തിന് ഇന്ന് എന്നെ കാണുന്ന താങ്കളെക്കുറിച്ചുള്ള വിളിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം വിളിക്കുന്ന വിളിയല്ല ദൈവം നമ്മളെ വിളിക്കുന്ന വിളി. നമ്മുടെ അമ്മ വിളിക്കുന്ന വിളിയല്ല ദൈവം വിളിക്കുന്ന വിളി. സുഹൃത്തുക്കൾ വിളിക്കുന്ന വിളിയല്ല ദൈവം നമ്മളെ വിളിക്കുന്ന വിളി. ദൈവത്തിൻ്റെ വിളിക്കകത്തൊരു ഭയങ്കര മാഗ്നറ്റിക് പവറുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ വിളിക്കകത്തൊരു ഭയങ്കര മാഗ്നറ്റിക് പവറുണ്ട്. കമോൺ, ഒരാമേൻ പറഞ്ഞേ. ദൈവത്തിൻ്റെ വിളിക്കകത്ത് ഒരു ഭയങ്കര മാഗ്നറ്റിക് പവറുണ്ട്. ഈ ദൈവത്തിൻ്റെ മാഗ്നറ്റിക് പവറിൻ്റെ ഒരു വിളി, ദൈവത്തിൻ്റെ മാഗ്നറ്റിക് പവറിലെ ഒരു വിളി എൻ്റെ ഉച്ചം തലമേൽ വന്ന് വീണ് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഭാഷ യൂസ് ചെയ്യുന്നത് കേട്ടോ, അങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ, കാരണം എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതൊക്കെ എൻ്റെ തലവര ശരിയല്ല, തലവര ശരിയല്ല, തലവര ശരിയല്ല. കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞു, നീ ഒന്ന് വകുപ്പ് മാറ്റി ചീകി നോക്കാൻ. നീ ഒന്ന് വകുപ്പ് മാറ്റി ചീകി, തലവര ശരിയല്ല, തലവര ശരിയല്ല, തലവര ശരി, നീ ഒന്ന് വകുപ്പ് മാറ്റി ചീകി നോക്ക്. എങ്ങനെ വകുപ്പ് മാറ്റി ചീകിയാലും നമ്മുടെ ബോധ്യങ്ങൾക്കകത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇനി തലയിൽ ഇനിയിപ്പോൾ ആരെ കൊണ്ട് വരപ്പിച്ചിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ വിളിക്കകത്ത് ഒരു അസാധാരണമായ മാഗ്നറ്റിക് പവറുണ്ട്. ഈ മാഗ്നറ്റിക് പവർ ഒരുത്തൻ്റെ തലമേൽ വന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുവൻ്റെ പേരിൻ്റെ മേൽ വന്ന് വീണ് കഴിഞ്ഞാൽ, അവന് പൊട്ടക്കിണറ്റി കിടക്കുന്ന സമയത്ത് ഇത് വന്ന് വീണപ്പോലും ആ മാഗ്നറ്റിക് പവർ വലിച്ചെടുത്ത് അവനെ ഒരു മന്ത്രിസ്ഥാനത്താക്കി കളയും. ഈ മാഗ്നറ്റിക് പവറിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ മാഗ്നറ്റിക് പവറിലുള്ള വിളി ഒരുത്തന്റെ മേൽ കിടക്കുമ്പോൾ സഹോദരന്മാരെല്ലാം കൊണ്ട് മിസ്രൈമിന്റെ അടിമച്ചന്തയെ കൊണ്ട് ഇട്ടാലും ശരി, ഇവന് വേണ്ടി സ്വർഗം ഒരു മന്ത്രിക്കുപ്പായം തയ്പ്പിച്ചിരിക്കും. ഇതെല്ലാം ഈ വിളിക്കകത്ത് കിടക്കുന്നതാ. ഈ ഒരു വിളിക്കകത്ത് ഈ വിളിയുള്ളവൻ ഇടാനുള്ള യൂണിഫോം സഹിതം സ്റ്റിച്ചിങ് സെന്ററിൽ ഈ വിളി കൊണ്ടെത്തിക്കും. കമാൺ,
ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതാ ഈ വിളിയുടെ പ്രത്യേകത. ഈ വിളിയുടെ പ്രത്യേകത ഇതാണ്. ഇങ്ങനൊരു മാഗ്നറ്റിക് പവർ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചാലിച്ച, ദൈവത്തിൻ്റെ പ്രണയത്തിൽ ചാലിച്ച, ദൈവത്തിൻ്റെ ബോധ്യത്തിൽ ചാലിച്ച, ദൈവത്തിൻ്റെ കൃപയിൽ ചാലിച്ച ഈ മാഗ്നറ്റിക് കോളിംഗ് ഒരുവന്റെ മേൽ വന്ന് വീണ് കഴിഞ്ഞാൽ അവൻ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ തന്നെ അവൻ്റെ യൂണിഫോം സ്റ്റിച്ചിങ് സെന്ററിൽ കയറിയിരിക്കും. നിന്നെ എപ്പ പൊട്ടക്കിണറ്റിൽ തള്ളണമെന്ന് കൂടപ്പിറപ്പുകൾ തീരുമാനമെടുത്തോ അപ്പ കർത്താവ് അവിടെ ഫയർഫോഴ്സിന് ഓർഡർ കൊടുക്കുവല്ല, ഫയർഫോഴ്സിനെ വിളിക്കുവല്ല. ആ സെക്കൻഡിൽ കർത്താവ് തീരുമാനിച്ചു അങ്ങനെയാണോ എന്ന്, പിന്നെ ഇവന്റെ യൂണിഫോം ചേഞ്ച് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ട് തന്നെ കാര്യം ഇവനുള്ളത് ഞാൻ സ്റ്റിച്ചിങ് സെന്ററിൽ കൊടുത്തിട്ടേ അടങ്ങത്തുള്ളൂ. നിന്നെ എപ്പം വകവരുത്തണമെന്ന് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിന്നോട് ശത്രുതയുള്ളവർ തീരുമാനിച്ചോ ആ സെക്കൻഡിൽ കർത്താവ് തീരുമാനിക്കും. എന്നാൽ പിന്നെ ഇവനെ ഞാൻ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിൽ എത്തിച്ചിട്ടേ കാര്യമുള്ളൂ. ദൈവത്തിൻ്റെ മാഗ്നറ്റിക് കോളിങ്ങിൻ്റെ വിളി ഇതാണ്. നിന്നെ ആകർഷിച്ചെത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന വിളി. കമാൺ. ഇത് നീ എവിടെയെങ്കിലും അടിമത്ത വേലയിലായിരിക്കാം നിൽക്കുന്നത്, ഒരടിമ വേലയിൽ നിൽക്കുന്നത് പോലെ ആയിരിക്കാം നിൽക്കുന്നത്. ജീവിക്കാൻ വേണ്ടി പണിയെടുത്തേ പറ്റൂ, ഈ വേലയും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധത്തിനകത്ത് നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയ്ക്കകത്തായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഇതും കൂടെ കൈനഷ്ടം വന്നുപോയാൽ ഇനി എന്തോ ചെയ്യും എന്ന ചിന്തയിലായിരിക്കാം പ്രിയപ്പെട്ട സുഹൃത്തെ നിൽക്കുന്നത്. പക്ഷെ തമ്പുരാൻ ആരോടോ ഇന്ന് വളരെ വ്യക്തമായി ആഴത്തിൽ പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, ദൈവത്തിന്റെ വിളി നിന്നെ ചിലടത്ത് ദാസനാക്കി നിർത്തിയിരിക്കുന്നെങ്കിലും നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. അവർ നിന്നെ അടിമയാക്കിയാൽ നീ അടിമയാകത്തില്ല. അവർ നിന്നെ ഒതുക്കിയാൽ നീ ഒതുങ്ങത്തില്ല. പിന്നെ എന്താ പാസ്റ്റർ ഇപ്പോഴും ഇങ്ങനെ? നോ. നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്, അവരുടെ കണ്ണിൽ നീ ദാസനാണ്. നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്, അവരുടെ കണ്ണിൽ ദാസനാണ്. ചില നാളുകൾ, ചില മാസങ്ങൾ നീ അവിടെ തുടരേണ്ടി വന്നാലും, ചില മണിക്കൂറുകൾ നീ മിസ്രൈമിന്റെ ചന്തയിൽ നിൽക്കേണ്ടി വന്നാലും, ചില സമയങ്ങൾ നീ പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നാലും, ചില സമയങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ നിനക്ക് സഹോദരങ്ങളാലുള്ള ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, സഹോദര, നിന്റെ യൂണിഫോമിന്റെ സ്റ്റിച്ചിങ് പൂർത്തിയാകുന്നതും നിന്നെ ദൈവം കയറ്റേണ്ട സ്ഥാനത്തേക്ക് കയറ്റിയിരിക്കും. ദൈവം നിന്നെ കയറ്റേണ്ട സ്ഥാനത്തേക്ക് കയറ്റിയിരിക്കും. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. മാറണ്ട കേട്ടോ, അവിടെ നിന്ന് നിൽക്കുന്നിടത്ത് നോടാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ആരോടോ പരിശുദ്ധാത്മാവ് പറയുക. വിളിച്ചിരിക്കുന്ന സ്ഥിതിയിൽ, ഈ സ്ഥിതിയിൽ തന്നെ കർത്താവ് നിങ്ങളെ കണ്ടതും വിളിച്ചതും. വിളിച്ചിരിക്കുന്ന സ്ഥിതിയിൽ നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. ആർക്കോ ഭയങ്കര സങ്കടമുണ്ട് ഇതിനകത്ത്, അല്ലെ കർത്താവ് ഈ ദൂതം തരത്തില്ല. എൻ്റെ ഇത് എന്തൊരു കഷ്ടപ്പാടാ. വ്യസനം കാണും. ഞങ്ങൾക്ക് മാത്രം എന്താ, എല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല, പക്ഷെ എന്തോ ഒരു ഹാപ്പിനെസ് ഇല്ല. വ്യസനിക്കരുത്. പരിശുദ്ധാത്മാവ് പറയാ, വ്യസനിക്കരുത്. പിന്നെ എന്തോ വേണം കർത്താവേ? സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഇതാരുടെയോ തീരുമാനത്തെ തിരുത്തുന്ന ദൂത. സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും, എനിക്കിപ്പോ സൗകര്യമില്ലടോ ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു വേണമെങ്കിലും നിനക്ക് പോകാം. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ മനസ്സില്ലടോ എന്ന് പറഞ്ഞു വേണമെങ്കിലും പോകാം. കാരണം നിയമം അതിനുള്ള അവസരം തരുന്നുണ്ടല്ലോ. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യടോ എന്ന് പറഞ്ഞു വേണമെങ്കിലും പോകാം. ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യും എന്ന് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ ചെയ്യും എന്ന് വേണമെങ്കിലും പറയാം. ഞാൻ ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിലും പറയാം. സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും എന്തോ ഉണ്ട് അതിനകത്ത്. സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. എടുത്തു ചാട്ടത്തിന്റെ വള്ളയിൽ ആദ്യം പിടിക്കുന്നത് ദുരാത്മാവായിരിക്കും. കർത്താവേ നീ കൂടെ ഇരുന്നോണേ എന്ന് പറഞ്ഞ് ഞാൻ ചാടിയേ എന്ന് പറഞ്ഞ് എടുത്ത് ചാടിയാൽ നമ്മൾ കുടിച്ചു ചാവും. സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക.
സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നമുക്കെപ്പോഴും അക്കരെ കാണുമ്പോൾ ഇക്കരെ നിന്നിട്ട് അക്കരയ്ക്ക് നോക്കുമ്പോൾ എന്തൊരു പച്ചപ്പാ അവിടെ, എന്തൊരാട്ടവാ, എന്തൊരു ബഹളവാ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേ അകൽച്ചകൾ മനസ്സിലാകും. നമ്മൾ ഈ ഇക്കരെ നിന്നിട്ട് അക്കരയ്ക്ക് നോക്കുമ്പോൾ വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി ചേർന്ന് വലിയൊരു കൂട്ടമായിട്ട് തോന്നും, ഭയങ്കര സംഭവമായിട്ട് തോന്നും. പച്ചപ്പ് മാത്രമേ പുറത്തോട്ട് കാണത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു തോണി എടുത്ത് അക്കരയ്ക്ക് ചെല്ലുമ്പം അവിടുന്ന് കണ്ട അടുപ്പമൊന്നും വൃക്ഷങ്ങളും തമ്മിലില്ല. എല്ലാ ഇലകളും പച്ചയല്ല, പറയുന്ന അത്ര വലിയ പഴങ്ങളും ഇല്ല, അത്ര വലിയ ഭംഗിയില്ല. പിന്നൊരു ചിന്ത, ഇതിനേക്കാൾ ഞങ്ങൾ അപ്പുറത്ത് നിന്നതല്ലേ എന്നൊരു തോന്നൽ. സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും നീ അതിൽ തന്നെ നിന്നുകൊള്ളുക. നിങ്ങൾക്ക് ചാടാൻ 10,000 കാരണങ്ങൾ കാണും. പക്ഷെ ദൈവം നിന്നെ വിളിച്ചു കൊണ്ടുപോയത്, അല്ലെങ്കിൽ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്, ദൈവം നിന്നെ ആദ്യം കൊണ്ടാക്കിയത് എവിടെയാണ്? അവിടെ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു. നമ്മുടെ ഈ അടിമത്തം മുഴുവൻ മനസ്സിൽ കിടക്കുന്ന സാധനം കേട്ടോ. അടിമത്തം മുഴുവൻ മനസ്സിൽ കിടക്കുന്ന ചിന്തയാണ്. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ. ഈ കർത്താവ് വിളിച്ചിരിക്കുന്ന എല്ലാവരും ശുശ്രൂഷക്കാരനാ, അല്ലാതെ എല്ലാവരും ജന്മിയല്ല എന്ന് ആദ്യം ഓർക്കണം. നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ. യേശു തന്നെ ഇറങ്ങി, അതെന്തൊരവസ്ഥയാണ്, അതെന്തൊരു മോഡലാ. യേശു തന്നെ ഇറങ്ങി ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന നിലയിലുള്ള താഴ്മയെ നമുക്ക് കാണിച്ചു തന്ന ആ കർത്താവിൻ്റെ വചനമായിട്ട് ഈ സംസാരിക്കുന്നത്. നമുക്കൊരാൾക്ക് കീഴ്പ്പെടാൻ വയ്യ. നമ്മുടെ ഈഗോയും നമ്മുടെ ഇമേജ് പ്രശ്നവും നമ്മുടെ ക്രെഡിബിലിറ്റി പ്രശ്നവും നമ്മുടെ വല്ലാത്ത ഒരു തരം മനോഭാവവും ക്യാരക്ടറും. പക്ഷേ ഇതെല്ലാം നമ്മൾ യേശു കാണിച്ചു തന്ന മാതൃകയുടെ പുസ്തകം കൈവച്ചുകൊണ്ടാണ്. നിന്നെ എവിടുന്ന് വിളിച്ചോ, അല്ലെങ്കിൽ നിന്നെ എന്തിനു വിളിച്ചോ, നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. എനിക്ക് ആ വാക്കിനകത്തൊരു ദൂത് പറയാനുണ്ട്. അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിങ്ങൾ ഈ കോഴിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴിയുടെ കീഴിൽ എത്ര മുട്ട വെച്ച് കൊടുത്താലും ഒരു മടിയും കൂടാതെ അത് അതിൽ തന്നെ ഇരിക്കും. 2 ദിവസം ഇരുന്നിട്ട് തീ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അത് എഴുന്നേറ്റ് പോകത്തില്ല. 10 ദിവസം കഴിഞ്ഞിട്ടും അത്ഭുതം നടന്നില്ല എന്ന് പറഞ്ഞ് അത് ഇവിടുന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ കോഴി ഇരുന്ന മുട്ടയിൽ പോയി ഇരിക്കത്തില്ല. 15 ദിവസം കഴിഞ്ഞിട്ടും റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കോഴി ഇരുന്ന് പകുതി വിരിയിച്ച മുട്ടയുടെ പുറത്ത് ആ കോഴിയെ തട്ടിക്കളഞ്ഞിട്ട് കയറിയിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം മാറേണ്ട കാര്യം അതാ. നമ്മൾ ഈ റിസൾട്ടിലേക്ക് നോക്കി ആകെ മൊത്തം അസ്വസ്ഥപ്പെടുന്നവരാ. പക്ഷേ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ വചനം. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഹല്ലേലൂയ. ആ കോഴിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്നാന്നറിയാവോ? ഇതിനകത്ത് ഒരെണ്ണം പോലും ചീമുട്ടയാകത്തില്ല. എന്നിലുള്ള ചൂട് ഇതിലേക്ക് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ, ഇതിലേക്ക് പകരുമ്പോൾ, ഞാൻ ഇതിനെ കവർ ചെയ്യുമ്പോൾ, ഞാൻ ഇതിനെ ഹോവർ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്നൊരു ജീവൻ പുറത്തു വരും. ഞാൻ ഈ കാത്തിരിക്കുന്നതിന് ഫലം ഉണ്ടാകും. ഞാൻ ഇതിന്മേൽ വസിക്കുന്നത്. എന്നെ ഇവിടെ ഇരുത്തിയത്, ഈ മുട്ടയ്ക്ക് അടയിരിക്കാൻ പറഞ്ഞത്. ഞാൻ പോയി അപ്പുറത്തെ കോഴിക്ക് സപ്പോർട്ട് അടിക്കാൻ പോകണ്ട. ആമേൻ. അപ്പുറത്തെ കോഴിക്ക് വെച്ച മുട്ടയിൽ അത് കയറിയിരുന്നോളൂ. ഞാൻ അപ്പുറത്തെ കോഴിക്ക് സപ്പോർട്ട് അടിക്കാൻ പോകണ്ട. ഞാൻ അപ്പുറത്തെ കോഴിക്ക് ഒന്ന് കൈത്താങ്ങി സപ്പോർട്ട് അടിക്കാൻ പോകണ്ട. എന്നെ ആക്കി വെച്ചെടുത്ത് ഞാൻ ഇരുന്നാൽ മതി. എടാ, നിന്നെ വിളിച്ച വിളിയിൽ നീ നിൽക്കുക. നിന്നെ വിളിച്ച ശുശ്രൂഷ നീ ചെയ്യുക. നിന്നെ ഏൽപ്പിച്ച ജനത്തെ നീ പരിപാലിക്കുക. നീ അപ്പുറത്തേക്ക് കയറി പിടിക്കാൻ പോകണ്ട. നിനക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത് നീ യൂസ് ചെയ്യുക. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ ദൈവം നിന്നെ കാര്യവിചാരകനാക്കും. എനിക്ക് ആ സ്ഥാനം തന്നില്ല, എനിക്ക് ഈ സ്ഥാനം തന്നില്ല, എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല. നിന്നെ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരൊന്നും വേണ്ട. നമുക്ക് ദൈവം സ്വന്തമായിട്ട് 5 പേര് തന്നിട്ടുണ്ടോ? 10 പേരെ തന്നിട്ടുണ്ടോ? ദാറ്റ്സ് ഇനഫ്.
കർത്താവ് ആകെ കൂടെ 2 കൈയേ തന്നിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 2 കൈ തന്നിട്ടേ ഇങ്ങനെ 5 10 വിരലും തന്നിട്ടുണ്ട്. നമുക്ക് അത്രേ ചെയ്യാനും ഒക്കത്തുള്ളൂ. നമ്മൾ ഈ 2 കൈയെ 20 കൈയായി വിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേര് മാറും. ഓടി നടന്ന് നമ്മൾ ആളെ പിടിക്കേണ്ട കാര്യമില്ല. നിന്നെ ദൈവം വിളിച്ചോ. ഞാനിത് ആർക്കു വേണ്ടി ദൂത് പറയുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. സ്തോത്രം. നിന്നെ ദൈവം ആക്കി വെച്ച വേലയിൽ വിശ്വസ്തനായിരിക്കും. അവിടുന്ന് ഇവിടുന്ന് ഒന്നും നമുക്ക് തോണ്ടാൻ പോണ്ട. അതാ ഞാൻ ആ കോഴിയുടെ ഉപമ പറഞ്ഞേ. അതിനറിയാം കൃത്യമായി 20 ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചലനങ്ങളെല്ലാം അങ്ങോട്ട് മനസ്സിലാവും. കറക്റ്റ് ഡേറ്റും സമയമാകുമ്പോൾ അത് മെല്ലെ അതിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് മാറും. അന്നേരം അതിനകത്ത് ജീവൻ വരും. അകത്തുനിന്ന് തന്നെ കൊട്ടിപ്പൊട്ടിക്കും. കുറേയൊക്കെ അമ്മയും സഹായിച്ചു കൊടുക്കും. കോഴി പുറത്ത് വരും. ജീവനുള്ളത് വന്നിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. ആ കോഴി ഇരുന്ന കാലത്തെ കഷ്ടത എന്ന് പറയാം. അതിരിക്കാൻ കാണിച്ച മനസ്സിനെ സഹിഷ്ണുത എന്ന് പറയാം. അതിനങ്ങനൊരു തീരുമാനമെടുക്കാൻ ലഭിച്ച, അല്ലെങ്കിൽ അത് എന്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തെ നമുക്ക് സിദ്ധത എന്ന് പറയാം. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അതിൻ്റെ പ്രത്യാശയാണ് ഫൈനൽ റിസൾട്ടായിട്ട് കണ്ടത്. പ്രൈസ് ടു ജീസസ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വെറും ഒരു പാഴ്വിളിയൊന്നും വിളിച്ചൊരൊറ്റ മനുഷ്യൻ ഈ സന്ദേശം കേൾക്കുന്നില്ല കേട്ടോ. ദൈവം വെറും ഒരു പാഴ്വിളി എന്നെ വിളിച്ചു. നോ, ഒരു മനുഷ്യന് ഈ കെട്ടിഞ്ഞാന്ന് ചത്ത യൂതയ്ക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ദൈവം എന്നെ ഒരു പാഴ്വിളിയാ വിളിച്ചതെന്ന്. പുള്ളിക്ക് ദൈവം മാനസാന്തരപ്പെടാൻ 8 അവസരം കൊടുത്തു. യൂതയ്ക്ക് 8 അവസരം, 1 2 അല്ല. കർത്താവിന് അങ്ങനെ കെട്ടിഞ്ഞാന്ന് ചത്ത് കളയാൻ വേണ്ടിയിട്ടല്ല യൂദായെ സൃഷ്ടിച്ചത്. 8 അവസരം യൂദായ്ക്ക് കൊടുത്തു മാനസാന്തരപ്പെടാൻ. പക്ഷെ പുള്ളിക്ക് മാനസാന്തരപ്പെടാൻ മനസ്സിലായിരുന്നു. പുള്ളിക്ക് ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ആ റൂട്ടിൽ സാത്താൻ പിടിച്ചങ്ങ് തിരിച്ചു. പെടലിക്കൊരു ലോക്കോ ഇട്ടു. എന്താണെന്നറിയാവോ? പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ എവിടുന്നാ വന്നേ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കണം കേട്ടോ, തിരിഞ്ഞു നോക്കണം. പറയുന്ന ഞാനും നോക്കണം, കേൾക്കുന്ന നിങ്ങളും നോക്കണം. കാര്യം എന്താണെന്നറിയാവോ? അറിയാതെ എങ്ങാനും ഒരു ഹുങ്ക്, ഒരഹങ്കാരം ജീവിതത്തിൽ കയറിപ്പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ വളരെ നല്ലതും ദൈവത്തിൽ നിന്ന് കൂടുതൽ കൃപ പ്രാപിക്കാൻ അഭികാമ്യവുമാണ്. നിന്നെ വിളിച്ച വിളി എന്തുവാ? ആ വിളിയിൽ ഉറച്ചു നിൽക്കുക. വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മൈ ഗോഡ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മനുഷ്യർക്ക് ദാസന്മാരാകരുത്. മനുഷ്യരുടെ മുഖം കണ്ട് ശുശ്രൂഷ ചെയ്യരുത്. മനുഷ്യന്റെ മുഖം കണ്ട് ശുശ്രൂഷ ചെയ്യരുത്. മനുഷ്യന്റെ മുഖം കണ്ട് മനുഷ്യൻ നിൽക്കാൻ വേണ്ടിയും ശുശ്രൂഷ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശുശ്രൂഷകന്മാരോട് പറയുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഇതിനകത്തുണ്ട്. അവരോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ആലോചന പരിജ്ഞാനത്തോടെ അറിയിക്കണം. നമ്മൾ എവിടെ എന്തും വിളിച്ചു കയറ്റി പറയുന്നതല്ല പരിശുദ്ധാത്മാവ്. ഏത് പ്ലാറ്റ്ഫോമിൽ എന്തുവാ പറയുന്നത് യാതൊരു ബോധ്യവും ഇല്ലാതെ സംസാരിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന, ദൂത് പറയുന്ന, പ്രവചിക്കുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, കർത്തൃദാസന്മാരുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് പൂർണ്ണ ബോധ്യവും കൃപയും തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിലാകുന്നുവല്ലോ നമ്മളെ കൊണ്ട് പ്രവചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ആരും നാളെയും കൂടെ ഉണ്ടാകാനാണ് നമ്മൾ ദൈവത്തിൻ്റെ പത്യവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അതിനകത്ത് ലേശവും വെള്ളം ചേർക്കരുത് എന്ന നിർബന്ധ ബുദ്ധി എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ലേശവും, അല്പം പോലും. അത് കേട്ട ആർക്കെങ്കിലും അസ്വസ്ഥത വരുന്നെങ്കിൽ അവർ പോകട്ടെ. നിങ്ങളും ഒത്തിരി, എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ അന്യമാർ തന്നെയുണ്ട്. സൂം മീറ്റിംഗ് നടത്തുന്നവരും സൂമിൽ പ്രസംഗിക്കുന്നവരും അല്ലാതെ തന്നെ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ. പക്ഷേ ആരെയും നമുക്ക് തടകി അല്ലെങ്കിൽ അവരുടെ മുറിവിനെ ഞെക്കിക്കളയാതെ അതിൻ്റെ പുറത്ത് വെച്ചൊരു കെട്ടുകെട്ടി നോ, അതല്ല ദൈവത്തിൻ്റെ രീതി. ഹിസ്കിയാവിനെ കർത്താവ് സൗഖ്യമാക്കിയത് എങ്ങനെയാ? ആ പരുവിനെ ഞെക്കി കഴുകി അതിനകത്ത് എണ്ണ വെച്ച് കെട്ടിയെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പോയാലേ പഴുക്കാതിരിക്കത്തുള്ളൂ, ഇൻഫെക്റ്റഡ് ആകാതിരിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഞെക്കി കഴുകി ഞെക്കി പിഴിഞ്ഞ് നമ്മുടെ വേണ്ടാത്ത എല്ലാം പുറത്ത് കളഞ്ഞിട്ട് നമ്മളെ ഹീൽ ചെയ്യുന്ന വചനമാണ്. നമ്മളെ വിളിച്ച വിളി എന്തുവാ? മനുഷ്യർക്ക് ദാസനാകാനുള്ള വിളിയല്ല, കർത്താവിന് ദാസനാകാനുള്ള വിളിയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ പിണങ്ങും, ഒരു മനുഷ്യൻ വിട്ടുപോകും, നമ്മളൊരു മനുഷ്യനെ നേടാനുള്ള വ്യക്തിയാണ്. പക്ഷെ പത്യവചനം കേട്ടും ദൈവോപദേശം കേട്ടും ഒരു വ്യക്തി വിട്ടുപോകുകയാണെങ്കിൽ അവർ സ്വർഗത്തിന് കണക്ക് കൊടുത്തോളൂ. നമ്മൾ അതിനകത്ത് ഭാഗവാക്കാകത്തില്ല. മനുഷ്യർക്ക് ദാസനാകരുത്. ഒരു സന്തോഷത്തിന് വേണ്ടി മനുഷ്യർക്ക് ദാസനാകരുത്. ഒരല്പലാഭത്തിന് വേണ്ടി മനുഷ്യർക്ക് ദാസനാകരുത്. ഒരു ചെറിയൊരു സുഖത്തിന് വേണ്ടി മനുഷ്യർക്കോ മനുഷ്യനിർമ്മിതമായതിനോ ദാസനാകരുത്. ഞാൻ ആരുടെ ദാസനാ? ഞാൻ കർത്താവിൻ്റെ ദാസനാ. എനിക്ക് സ്വതന്ത്രമാകാൻ കഴിയുമെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ദാസനായും ദൈവത്തിൻ്റെ അഭിഷിക്തനുമായി ഇരുന്നാൽ മതി. ദൈവം നിന്നെ അതിനാ വിളിച്ചേക്കുന്ന കേട്ടോ. നിങ്ങളെയും ദൈവം വിളിച്ചേക്കുന്ന അതിനാ. ഒരു ആമേൻ പറഞ്ഞേ. എനിക്ക് സ്വതന്ത്രമാകാൻ കഴിയും. ഈ സെക്കൻഡിൽ വേണമെങ്കിൽ ഇന്ന് മുതൽ എനിക്ക് കർത്താവിനെ വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ നീ ഓർക്കണം, ആർക്കും കൊടുക്കാത്തൊരു ഉന്നതമായ വിളി സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്കും എനിക്കും തന്നെങ്കിൽ അതിൻ്റെ മെറിറ്റ് കണ്ടിട്ടൊന്നുമല്ല, അവിടുത്തെ കൃപയാ, അവിടുത്തെ കൃപയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, വ്യസനിക്കരുത്, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. സഹോദരന്മാരെ, ഒരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ ദാസനായിരിക്കണമെങ്കിൽ എവിടെ വസിക്കണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കണം. അതിനുള്ള കൃപ നമുക്ക് പൊന്നപ്പനോട് ചോദിച്ചു വാങ്ങാം. അതിനുള്ള കൃപ നമുക്ക് പൊന്നപ്പനോട് ചോദിച്ചു വാങ്ങാം. അതിനുള്ള കൃപ നമുക്ക് പൊന്നപ്പനോട് ചോദിച്ചു വാങ്ങാം. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയട്ടെ. റാസ് ബൽഫീനിയ റഹൻഡോ ഷൈന allow it in the spirit of God, Holy Ghost in the raspberry kona haptsia. അവതരങ്ങൾ തുറന്നു ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. റൂഫേനിയോഷ് യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, അധരങ്ങൾ തുറന്നുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് in the name of Jesus Christ, in the mighty name of Jesus Christ, in the mighty name of Jesus Christ, in the mighty name of Jesus Christ. Lord on avula hashe behind Allah, he the spirit of God who shahena rahenda laba oh rahembala hettusila itar father. ആമേൻ. ദൈവത്തോടെന്ന് പറഞ്ഞ എന്നെ വിളിച്ച വിളിയിൽ ഒന്ന് ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കും. എന്നെ വിളിച്ച വിളിയിൽ ഒന്ന് ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതിനുള്ളൊരു കൃപ എനിക്ക് തരണമേ എന്നൊന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചേ. അതിനുള്ളൊരു കൃപ എനിക്ക് തരണം അപ്പച്ച. അതിനുള്ളൊരു കൃപ എനിക്ക് തരണം അപ്പച്ച. ദൈവം നിങ്ങളെ സഹായിക്കും കേട്ടോ. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളെ ഉറപ്പിക്കാൻ പോവാ കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിലെ പർപ്പസ് ദൈവം വെളിപ്പെടുത്തും. എന്ത് വിളിയാ നിങ്ങളുടെ മേൽ കിടക്കുന്നതെന്ന് കർത്താവ് വെളിപ്പെടുത്തും. നിങ്ങൾ ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയായി മാറും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കും. നിങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വിലവാടാത്തതുമായ വൃക്ഷം പോലെയാണ്. വിളിച്ചവനെ ദൈവം എന്താ പറയുന്നത്? സന്നിധിയിൽ വസിക്കാനാ പറയുന്നത് അല്ലേ? വചനം അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ? വിളിച്ചവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയെ ഒന്ന് ആറാക്കിയെടുത്താൽ, ദൈവത്തിൻ്റെ സന്നിധിയെ വെള്ളമൊഴുകുന്ന ആറാക്കിയെടുത്താൽ എന്നെ എന്താക്കാം? എന്നെ വൃക്ഷമാക്കാം. വിളിക്കപ്പെട്ടവൻ എന്നെ എന്തായിട്ടാണ് വിളിച്ചത്? അപ്പോസ്തലനായിട്ടാണോ വിളിച്ചത്? അല്ല, നിന്നെ ഞാനൊരു ഇടയനായിട്ടാണ് വിളിച്ചത്. എനിക്ക് ആ വിളിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന മൂഢത്തരത്തിന് പകരം അടിയനിത എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്താൽ നിന്നെ ദൈവം ആ വിളിയുടെ മേലൊരു പ്രൊമോഷൻ നൽകി അപ്പോയിന്റ് ചെയ്യും. He is faithful. He is faithful. Shamana sekerio Lamasi Elohim. He is faithful മോളെ. Sekela barofanas. നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കാൻ He is faithful. നിന്നെ കടാക്ഷിക്കാൻ, നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമിടാൻ
നിനക്കൊരു സ്വസ്ഥത വരുത്താൻ. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. നീ അക്സെപ്റ്റ് ചെയ്യുക, യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പറയുക. നിങ്ങൾ ചർച്ചിൽ പോകുന്നു, നിങ്ങൾ വചനം കേൾക്കുന്നു, പക്ഷേ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പറയാം, ബാ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് തുറന്നിരുന്നു, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങളുടെ വായി കൊണ്ട് പറയാം. നിങ്ങൾ ഇപ്പം രക്ഷിക്കപ്പെടും. ആ സെക്കൻഡ് മുതൽ യേശു നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കും. ഒരു സംശയമില്ല. പിതാവേ, എന്നെ കാണുന്ന ഓരോ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുക ഡാഡി. പരിശുദ്ധാത്മാവേ, നല്ല കർത്താവേ, അവിടുത്തെ അത്ഭുതകരം, അങ്ങയുടെ അത്ഭുതകരം ഈ ജനത്തെ യൂട്യൂബിലും സൂമിലുമായി ഞങ്ങളെ കാണുന്ന ഓരോ ജനത്തെ സ്പർശിക്കട്ടെ. അത് ജീവനുള്ള കരം ഓരോ ജനത്തെ സ്പർശിക്കട്ടെ. അത്ഭുത സമാധാനം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവരെ വിളിച്ച വിളിയിൽ ഉറച്ചു നിൽക്കുവാൻ പ്രിയപ്പെട്ട ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ ആരെങ്കിലും ദൈവമേ രോഗത്തിനാലോ കടബാധ്യതകളാലോ മറ്റ് തകർച്ചകളാലോ വ്യസനത്താലോ നിരാശയാലോ ആകുലതകളാലോ ഞങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാം യേശു കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ അവരുടെ മേൽ നിന്ന് ആ വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന ആ ആത്മാവിനെ ശാസിക്കുകയാണ്. ദൈവപ്രവൃത്തിയായി വെളിപ്പെടട്ടെ. വിടുതലും ആശ്വാസവും സ്വസ്ഥതയുമായി കർത്താവേ പ്രാർത്ഥന അവർക്ക് ഫലിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന വലിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ അത് വാട്സാപ്പിൽ സാക്ഷ്യമായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. മാക്സിമം അതിന് മുടക്കം വരാറില്ല. എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ, അത് കൂടുതലും പ്രാവശ്യം ഉണ്ടാകാറില്ല, ഉണ്ടെങ്കിൽ മാത്രമേ മോർണിംഗിൽ അത് ഉണ്ടാകാതിരിക്കാറുള്ളൂ. പക്ഷെ അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഈ ചാനലിൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കും. ഒപ്പം നിങ്ങളാൽ കഴിയുന്നവർക്ക് ഞങ്ങളുടെ ഈ സന്ദേശം കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മിനിസ്ട്രി വളരും, ദൈവത്തിൻ്റെ വചനം കൂടുതൽ വ്യാപിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ നേരിൽ കണ്ടുള്ള പ്രാർത്ഥിപ്പിക്കണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് സമയം ബുക്ക് ചെയ്തതിന് ശേഷം, ഇവിടെ ഞാൻ അവൈലബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് തിരക്കിയതിന് ശേഷം നിങ്ങൾക്ക് വരാവുന്നതാണ്. നോക്കുക, ഈ നമ്പർ അതിനു വേണ്ടി മാത്രമുള്ളതാണ്, പ്രെയർ ലൈൻ നമ്പർ അല്ല. പ്രെയർ ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറാണ്. നിങ്ങൾ അത് മാത്രം നോട്ട് ചെയ്ത് പ്രെയറിന് വേണ്ടി നിങ്ങൾ അതിൽ മാത്രമേ വിളിക്കാവുള്ളൂ. കൂടുതലും ഇതായിരിക്കും അവൈലബിൾ ആകുക, വാട്സാപ്പിലായിരിക്കും അവൈലബിൾ ആകുക. എപ്പോഴും ഫോൺ എടുത്ത് സംസാരിക്കാൻ ഉള്ള സാഹചര്യം ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം സഹായിയുടെ വാട്സാപ്പ് എപ്പോഴും ഞാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൽ റിപ്ലൈ തരും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഒപ്പം പരമാവധി നിങ്ങൾക്ക് പറ്റുന്നവർക്ക് നിങ്ങൾ ഈ മെസ്സേജുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ലോകം മുഴുവൻ എത്തട്ടെ. നമ്മുടെ തോന്നല എല്ലായിടവും വചനം എത്തിയ ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടാതെ കിടക്കുവാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അതുപോലെ പറയുന്നുണ്ട്. യേശു എന്ന് കേട്ടവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു ഷെയറിങ് അങ്ങനെ ഒരു വ്യക്തിയിലേക്കാണ് എത്തുന്നതെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും, ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി എന്നെ ദൈവം നിങ്ങളുടെ മുമ്പിൽ അയക്കാൻ വേണ്ടി തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനും അതിനായി പ്രാർത്ഥിക്കും. ഒരുങ്ങി അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.